അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വൈജ്ഞാനിക സോഴ്സുകളിൽ രണ്ടാമത്തതാണ് ഹദീസുകൾ. ഇസ്ലാമിൻ്റെ പ്രധാന സോഴ്സായ ഖുർആനിന് ശേഷം ഖുർആനിൻ്റെ വിശദീകരണം, വ്യാഖ്യാനം എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സംസാരം, പ്രവർത്തനം, മൗനാനുവാദം, വാക്കുകൾ, ജീവിതം മുഴുവനും ചേർത്തുകൊണ്ടാണല്ലോ നമ്മൾ സുന്നത്തെന്നോ ഹദീസെന്നോ വിശദീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഖുർആനിൻ്റെ സംരക്ഷണം തന്നെ നടക്കണമെങ്കിൽ അത് ഹദീസിൻ്റെ സംരക്ഷണത്തിൽ കൂടെയാണെന്ന് ആദ്യകാല പണ്ഡിതന്മാരും സ്വഹാബികളും പിന്നീടുള്ള പണ്ഡിതന്മാരുമെല്ലാം തിരിച്ചറിഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. പ്രധാനപ്പെട്ട സ്വഹാബികൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം വിവിധ ഗ്രന്ഥങ്ങളിലായി അവർക്ക് കഴിയുന്ന തരത്തിൽ രേഖപ്പെടുത്തി വച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്നാൽ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സിഹാഫ് സുത്ത എന്ന് വിളിക്കപ്പെടുന്ന 4 ഗ്രന്ഥങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഇമാം ബുഖാരിയുടെ രചന തന്നെയാണ്. ഖുർആനിൻ്റെ ലെജിറ്റിമസിയെ സ്ഥാപിക്കണമെങ്കിൽ അത് ഹദീസിൻ്റെ സംരക്ഷണത്തിലൂടെയും അതിൻ്റെ രേഖപ്പെടുത്തലിലൂടെയുമാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വൈജ്ഞാനിക സംഭാവനയാണ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വൈജ്ഞാനിക ശാഖ. അതിൽ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ സംഭവങ്ങളെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിച്ച എല്ലാ സ്വഹാബികളുടെയും താബികളുടെയും താബികളുടെയും അതിനുശേഷമുള്ള അവരിലേക്ക് കണക്ട് ചെയ്യപ്പെട്ട എല്ലാ സലഫുകളുടെയും ഖലഫുകളുടെയും ജീവിതവും അവരുടെ അനുഭവവും അവരുടെ സ്വഭാവങ്ങളടക്കവും രേഖപ്പെടുത്തി വെച്ച ഒരു വൈജ്ഞാനിക ശാഖ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ലോക ചരിത്രത്തെ എങ്ങനെ വായിക്കണമെന്നും ഒരു ചരിത്രത്തിൽ അതിൻ്റെ എത്രത്തോളം സൂക്ഷ്മതയും പുലർത്തണമെന്നും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചരിത്രം എന്നത് ഏതെങ്കിലും ഒരാൾ റിപ്പോർട്ട് ചെയ്ത് അത് അതേപടി വിശ്വസിക്കുക എന്നതിൻ്റെ അപ്പുറം റിപ്പോർട്ട് ചെയ്ത ആളുടെ സൂക്ഷ്മത, അദ്ദേഹം എങ്ങനെയാണ് ജീവിതത്തിൽ ബാക്കിയുള്ള മേഖലകളിലും വർത്തിച്ചത്, അതെങ്ങനെയാണ് അദ്ദേഹം ആ വിജ്ഞാന ശാഖയോട് സമീപിച്ചത്, ഒരു വിവരം കയ്യിലുണ്ടെങ്കിൽ ആ വിവരത്തെ ഏത് രീതിയിലാണ് ആ മനുഷ്യൻ സ്വീകരിച്ചത് എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് മുസ്ലിങ്ങളുടെ ഹിസ്റ്റോറിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക അന്വേഷണങ്ങൾ നീണ്ടുപോയത്. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഇൽമുൽ റിജാൽ എന്നോ അല്ലെങ്കിൽ അസ്മാഉ റിജാൽ എന്നോ വിളിക്കപ്പെടുന്ന ഉലൂമുൽ ഹദീസുമായി ബന്ധപ്പെട്ട ഹദീസിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഹദീസ് ക്രോഡീകരണം പോലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് മനസ്സിലാക്കണം. ആ ഒരു അടിസ്ഥാനം മനസ്സിലാകുമ്പോഴാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ച അല്ലെങ്കിൽ മുൻകാല പണ്ഡിതന്മാർ നടത്തിയ ഈ മഹത്തായ സേവനങ്ങളുടെ ആഴവും പരപ്പും മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാന ചുരുക്കം. ആ ഒരു സാഹചര്യത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ പ്രധാനമായ ഒരു ആധികാരിക രചനയായും ഗ്രന്ഥമായും പരിഗണിക്കുന്നത് ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. 810 ജനിക്കുകയും 870 മരണമടയുകയും ചെയ്ത 60 വർഷം മാത്രം ജീവിച്ച ആ മഹാനായ പണ്ഡിതൻ്റെ സംഭാവനയാണ് ലോകം മുഴുവനുമുള്ള മുസ്ലിങ്ങൾ ഖുർആന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ആധികാരിക സോഴ്സായി അംഗീകരിക്കുന്നതെന്ന് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് വിളിക്കപ്പെടുന്ന ഇമാം ബുഖാരിയും അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേർ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർദിസ്ബ എന്നാണ്. അതായത് അബു അബ്ദുല്ല എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ ഇമാം മാലിക്കിൻ്റെ ശിഷ്യനായിരുന്ന അബുൽ ഹസൻ ഇസ്മായിലാണ്.
ചെറുപ്പത്തിൽ തന്നെ ഈ ഖുർആനും അതുപോലെ തന്നെ വിവിധ വൈജ്ഞാനിക വ്യവഹാരങ്ങളും പ്രത്യേകിച്ച് ഹദീസുമാനോടുള്ള ശക്തമായ ഒരു അദ്ദേഹത്തിൻ്റെ അഭിവാജ്ഞ പ്രകടമായിരുന്നുവെന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നിരവധി ഹദീസ് പണ്ഡിതന്മാരുടെ കൂടെ താമസിക്കുകയും അവരുടെ ശിഷ്യങ്ങൾ സ്വീകരിക്കുകയും അതിനുശേഷം ഹദീസുകളിലെ ലഈഫായ, ദുർബലമായ, സ്വഹീഹായ, ശരിയായ ഈ വ്യത്യസ്ത മാനങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ചെറിയ പ്രായത്തിൽ തന്നെ നിവേദനരെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഇമാം ബുഖാരി ബാക്കിയുള്ള എല്ലാ പണ്ഡിതന്മാരെ പോലെ തന്നെയും വൈജ്ഞാനിക അന്വേഷണത്തിന് വേണ്ടി നിരവധി ഭാഗങ്ങളിലേക്ക്, ബുഖാരയിൽ നിന്ന് ഹിജാസിലേക്കും അവിടുന്ന് കാബയിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും വിവിധ ഭാഗങ്ങളിലേക്കും അദ്ദേഹം യാത്ര തിരിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് താരിഖുൽ കബീർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചന പോലും ഉണ്ടാകുന്നത്. ഇതും 20 വയസ്സിനുള്ളിൽ, ചരിത്രകാരന്മാർ പറയുന്നത് 18 വയസ്സ് മാത്രം പ്രായമുള്ള സാഹചര്യത്തിലാണ് താരിഖുൽ കബീർ എന്ന് പറയുന്ന രചന അദ്ദേഹം എഴുതുന്നത്. അതിനുശേഷം ബാഗ്ദാദിലേക്കും കൂഫ, ബസറ ഭാഗങ്ങളിലേക്കും നിരവധി യാത്ര അദ്ദേഹം പോകുന്നുണ്ട്. മിസ്ർ അടക്കമുള്ള, ഷാം അടക്കമുള്ള, ഖുറാസാൻ, മർവ്, ബൽഖ്, ഹറാത്ത്, നൈസാപൂർ, റൈ അടക്കം ഇറാൻ, ഇറാഖ് ഭാഗങ്ങളിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഹദീസിൻ്റെയും ഇസ്ലാമിക വൈജ്ഞാനിക അന്വേഷണത്തിനായും അദ്ദേഹം നിരവധി യാത്രകൾ നടത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഇമാം ബുഖാരിയുടെ ഒരു ചെറിയ ജീവചരിത്രം. അദ്ദേഹം ഈ ഒരു ഹദീസിൻ്റെ ക്രോഡീകരണത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ കൂടുതൽ ആലോചിക്കേണ്ട ഒരു വിഷയം അദ്ദേഹം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിൻ്റെ പ്രധാന ഈ ഹദീസിൻ്റെ ഒറിജിനൽ മുഴുവൻ രൂപമെന്ന് പറയുന്നത് അൽ ജാമിൽ മുസ്നദു അസ്സഹീഹുൽ മുഖ്തസർ മിൻ ഉമ്മൂരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ സുനനിഹി വ അയ്യാമിഹി എന്നാണ് ഈ രചനയുടെ മുഴുവനും പേർ. അതായത് ഇതിൽ ഏകദേശം ആവർത്തനമടക്കം 7275 ഹദീസുകളാണ് ഇദ്ദേഹം ഇതിൽ റിപ്പോർട്ട് ചെയ്തത്. ആവർത്തനം കൂടാതെ ഏകദേശം 4000 ഹദീസുകളാണ് ഉള്ളത്. ഇതിൽ സനദില്ലാതെ തന്നെ വിഷയക്രമത്തിലും കൂടുതൽ തെളിവിനുമായി മുഅല്ലഖായി അനുബന്ധമായി തന്നെയും വേറെയും 1341 ഹദീസുകൾ ഇദ്ദേഹം രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹം ഇതിൻ്റെ ഒരു കാരണം പറയുന്നത്, ഹദീസ് രചിക്കാനുള്ള ഈ ഹദീസിൻ്റെ ഒരു കളക്ഷൻ്റെ പ്രധാനമായ ഒരു കാരണമായി അദ്ദേഹം എണ്ണുന്നത്, ഒരിക്കൽ തൻ്റെ ഷെയ്ഖായ ഇസ്ഹാഖ് ഇബ്ന് റാഹവൈഹി അദ്ദേഹം സദസ്സിലിരിക്കുമ്പോൾ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഏറ്റവും സഹീഹായത് മാത്രം തിരഞ്ഞെടുത്ത് അതാരെങ്കിലും ക്രോഡീകരിച്ചിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറയുകയും അത് ഒരു ഇൻസ്പിറേഷനായി മാറുകയും ഇമാം ബുഖാരി അതിലൂടെ ഈ ഹദീസിൻ്റെ കളക്ഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ഇമാം ബുഖാരി നിരവധി നിബന്ധനകൾ ഹദീസിൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന് പ്രധാനമായി അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ ഹദീസിൻ്റെ റാവിമാർ ഒരേ കാലത്ത് ജീവിക്കുക, പരസ്പരം കണ്ടുമുട്ടുകയും പരസ്പരം കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹം പ്രധാനപ്പെട്ട ഒരാശയമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റാവിമാർ ഏതെങ്കിലും ഒരു സ്വഭാവം ഉള്ളവരല്ല, നല്ല സത്യസന്ധരും നീതിമാന്മാരും അറിവുള്ളവരും, പ്രത്യേകിച്ച് ഹദീസ് വിഷയങ്ങളിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ളവരും അതിൻ്റെ കൂടെ തന്നെ നല്ല മുത്തഖികളുമായ അള്ളാഹുവുമായി നിരന്തര ബന്ധം പുലർത്തുന്നവരും കൂടിയാവണം. കാരണം ഹദീസ് എന്നത് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ വൈജ്ഞാനിക സ്രോതസ്സാവുമ്പോൾ അത് ഒരു ഇസ്ലാം എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ തന്നെ രണ്ടാമത്തെ അടിസ്ഥാനമാകുമ്പോൾ അത് തരുന്ന ആൾ പോലും, അത് വഹിക്കുന്ന ആൾ പോലും അത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയാണ് അതിനോട് സമീപിക്കേണ്ടതെന്നാണ് ഇമാം ബുഖാരി എഴുതിയിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച നിബന്ധനകൾ. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുളിക്കുകയോ വുളൂ ചെയ്യുകയോ ഒക്കെ ചെയ്യുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുന്നു. ചിലപ്പോൾ അദ്ദേഹം ഇസ്തിഖാറത്തിന് വേണ്ടിയിട്ടുള്ള നമസ്കാരം പോലും 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നുള്ള ചരിത്രവും നമുക്ക് ഹദീസിലൂടെ കാണാൻ കഴിയും. മക്കയിലും മദീനയുമുള്ള ഹറമുകളിൽ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ചരിത്രത്തിൻ്റെ ഒരു തുടക്കം പോലും ഉണ്ടായിരുന്നത്. പിന്നീട് ഇമാം ബുഖാരിയുടെ ജീവിതകാലത്ത് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ തന്നെ അധ്യാപകരായ ആൾക്കാരെ അദ്ദേഹം അത് കാണിക്കുകയും അവരുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പിന്നീട് അത് പ്രസിദ്ധീകരണത്തിലേക്ക് എത്തിച്ചതെന്നും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിൽ
പ്രമുഖ ഇമാമായ 4 മദ്ഹബുകളിൽ ഒരു ഇമാമുകൾ ഒന്നായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, അലി ബിൻ മദീനി, യഹ്യ ബിൻ മൊയ്ൻ എന്നടക്കമുള്ള വിവിധ മുഹദ്ദിസുകളും ഇദ്ദേഹത്തിൻ്റെ അധ്യാപകരായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിലുള്ളത് മുഴുവനും ഹദീസാണ് എന്നുള്ളൊരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സഹീഹായ ഹദീസുകളുടെ മറിച്ച് സഹീഹായ ഹദീസുകളാണ് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ ഇമാം ബുഖാരിയുടെ ഹദീസിനെ കുറിച്ച് തന്നെ നിരവധി പണ്ഡിതന്മാർ, ഇബ്ൻ കസീറിനെ പോലുള്ള, അതുപോലെ തന്നെ ഇബ്നു സുബക്കി, അബു അമർ ഇബ്നു സ്വലാഹ്, ഇമാം നബവി അടക്കമുള്ള വിവിധ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ ഹദീസ് സമാഹാരത്തെക്കുറിച്ച് വലിയ പ്രശംസകൾ പറയുകയും അത് ഇസ്ലാമിക ലോകത്ത് തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണെന്ന് ഇബ്നു സുബക്കി പോലുള്ള പണ്ഡിതന്മാരും പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇമാം നബവിയും ഇതിന് ഒരുപാട് വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അതായത് ഇമാം നബവി ഇമാം മുസ്ലിമിൻ്റെ ഷറഹ് എഴുതിയ ആളാണെങ്കിൽ പോലും അതിനേക്കാളും കൂടുതൽ ഏറ്റവും ഉപകാരപ്രദമായത് ഇമാം ബുഖാരിയുടെ ഗ്രന്ഥമാവുന്നു എന്ന രീതിയിലും അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നത് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഏറ്റവും കൂടുതൽ പരിഗണനാർഹമായ ആധികാരികമായ ഗ്രന്ഥം എന്ന നിലയിൽ ഹദീസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇമാം ബുഖാരിയുടെ രചനയെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്കും നിരവധി വിശദീകരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ മുൻകാല പണ്ഡിതന്മാരും പിൻകാല പണ്ഡിതന്മാരുമെല്ലാം ഇതിന് ഒരുപാട് വിശദീകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനിയുടെ ഫതഹുൽ ബാരിയും അതുപോലെ തന്നെ ഇമാം ദാർഖുത്നിയുടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അടക്കമുള്ള വിഷയങ്ങളിലും ഗ്രന്ഥങ്ങളുമെല്ലാം ഈ ഇമാം ബുഖാരിയുടെ വിശദീകരണങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് ഫതഹുൽ ബാരിയാണ് ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ട ഇമാം ബുഖാരിയുടെ ഷറഹായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ രചനയാണ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹ് മുസ്ലിം. ഇമാം മുസ്ലിം ഒരുപക്ഷെ ഇമാം ബുഖാരിയുടെ ഒരേ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ആൾ തന്നെയാണ്. ഏകദേശം 822 മുതൽ 875 വരെ നീണ്ട കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതനാണ് ഇമാം മുസ്ലിം. അദ്ദേഹത്തിൻ്റെ മുസ്ലിം ഇബ്നു ഹജ്ജാജ് എന്ന് വിളിക്കപ്പെടുന്ന ഇമാം മുസ്ലിം ഇറാൻ ഭാഗത്തുണ്ടായിരുന്ന നൈസാബൂർ ഭാഗത്ത് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരിനെ പോലെ ബാക്കിയുള്ള പണ്ഡിതന്മാരെ എല്ലാവരെയും പോലെയും വിവിധ ലോകത്തേക്ക് ഇസ്ലാമിൻ്റെ ഹദീസ് അന്വേഷിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ച ഒരു പണ്ഡിതനും കൂടിയാണ്. അത് ഏകദേശം ഇദ്ദേഹത്തിൻ്റെ അൽ ജാമിൽ മുസ്ലിം സഹീഹ് എന്ന രചനയിൽ 3 ലക്ഷത്തിലധികം ഹദീസുകൾ അദ്ദേഹം കളക്ട് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പിന്നീട് ഒരു 4000-ലേക്ക് അദ്ദേഹം ഈ ചുരുക്കിയതായും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം ബുഖാരിയെ തന്നെയും അദ്ദേഹം കണ്ടതായും അദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചിരുന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഹിജാസ്, ഇറാഖ്, സിറിയ, ഈജിപ്റ്റ് പോലുള്ള നിരവധി പ്രദേശങ്ങൾ ഇദ്ദേഹം യാത്ര തിരിക്കുകയും അതിനുശേഷമാണ് ഈ 15 വർഷത്തെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം സഹീഹ് മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ഹദീസ് ഗ്രന്ഥം അദ്ദേഹം ശേഖരിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. ഇമാം മുസ്ലിമിൻ്റെയും ബുഖാരിയുടെയും സഹീഹുകളെ ചേർത്തുകൊണ്ട് സഹീഹൈനി എന്ന് വിളിക്കുകയും ഏതെങ്കിലും ഹദീസുകളുടെ പ്രബലത വിശദീകരിക്കുവാൻ വേണ്ടി മുത്തഫഖുൻ അലൈഹി എന്ന് പറയുമ്പോൾ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസുകളുടെ 2 ശേഖരത്തിലും ഉള്ളതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതെടുത്ത് പറയുകയും ചെയ്യുന്നത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും ഹദീസ് സമാഹാരങ്ങളുടെ ആധികാരികത ഉറപ്പിക്കുന്ന പ്രധാനപ്പെട്ട രചനകളിൽ ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് ഇതിൽ ആ ഒരു വീക്ഷണത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഇമാം മുസ്ലിം ഇമാം ബുഖാരിയിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇമാം ബുഖാരി റിപ്പോർട്ടേഴ്സ് തമ്മിൽ പരസ്പരം കാണണമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ ഇദ്ദേഹം പറയുന്നത് സമകാലികരായാൽ മതി, പരസ്പരം കാണേണ്ടതില്ല എന്നൊരു കാഴ്ചപ്പാടാണ് ഇമാം മുസ്ലിം അദ്ദേഹം മുന്നോട്ട് വെച്ചത്.
ഇതാണ് ഇമാം സഹീഹുൽ മുസ്ലിമിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമിന് നിരവധി സഹീഹ് മുസ്ലിം എന്ന് പറയുന്ന സമാഹാരത്തിന് പുറമേ തന്നെ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ അൽ മുസ്നദുൽ കബീർ, ഔഹാമുൽ മുഹദ്ദിസീൻ, കിതാബുൽ അസ്മാ, കിതാബുൽ അഖ്റാൻ, കിതാബുൽ അഫ്രാദ് തുടങ്ങിയ 25ഓളം വ്യത്യസ്ത ഗ്രന്ഥങ്ങളും ഹദീസുമായും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രവുമായും ഇസ്ലാമിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട രചനകളും അദ്ദേഹം രചിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിൻ്റെ പ്രധാനപ്പെട്ട വിശദീകരണം എന്ന നിലയിൽ ഇമാം നബവിയുടെ വിശദീകരണവും അതുപോലെ തന്നെ ഇമാം നബവിയുടെ അൽ മിൻഹാജ് ഫി ശറഹ് മുസ്ലിം ആ ഒരു രചനയും, പിന്നീട് ഷബീർ അഹമ്മദ് ഉസ്മാനിയുടെ ഫതഹുൽ മുൽഹിം എന്നുള്ള രചനയും, അതുപോലെ മുഫ്തി തഖി ഉസ്മാനിയുടെ തക്മീലത്തുൽ ഫതഹുൽ മുൽഹിം എന്ന് പറയുന്ന രചനയും അത് ഇതിൻ്റെ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൻ്റെ വിശദീകരണം ഷർഹും കൂടിയാണ്. പിന്നീടും നിരവധി പണ്ഡിതന്മാർ വിവിധ ഭാഗങ്ങളിൽ പഠനങ്ങളായും ഇമാം മുസ്ലിമിനെക്കുറിച്ചും ഇമാം ബുഖാരിനെക്കുറിച്ചും നിരവധി പഠനങ്ങളും വേറെയും രചിക്കപ്പെട്ടുള്ളതുകൊണ്ട് അതിനെയും കൂടി നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഈ ഇമാം മുസ്ലിമിൻ്റെ ചർച്ചകൾക്ക് ശേഷം മറ്റൊരു പ്രധാനപ്പെട്ട രചനയായി ഇസ്ലാമിക ലോകം കാണുന്നത് സുനന് അബീദാവൂദ് ഇമാം അബൂദാവൂദിൻ്റെ സുനന് ആണ്. അതായത് അബൂദാവൂദ് സുലൈമാൻ ഇബ്നു അഷ്റസ് ഇബ്നു ഇസ്ഹാഖ് സിജിസ്താനി എന്ന് വിളിക്കപ്പെടുന്ന ഇമാം അബൂദാവൂദ് അദ്ദേഹം 817 ജനിക്കുകയും 889 മരണമടയുകയും ചെയ്ത ഇസ്ലാമിക ലോകത്തെ പ്രധാനപ്പെട്ട മുഹദ്ദിസുകളിൽ ഒരാളാണ്. ഇദ്ദേഹം സിജിസ്ഥാൻ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യൻ ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു കാലഘട്ടം അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടം തന്നെയാണ്. ബാഗ്ദാദ് അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ നീണ്ട കാലം അദ്ദേഹം ജീവിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സൂക്ഷ്മതയിൽ ഇദ്ദേഹം നിരവധി ക്രോഡീകരിക്കുന്നതിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങൾ വരാതിരിക്കുക, അതിൽ തെറ്റുകൾ വരാതിരിക്കുക, അതിൽ അക്ഷരപ്പിശകുകളോ അതുപോലെ തന്നെ ഉദ്ധരിക്കുമ്പോഴുള്ള കണക്ഷനുകളുള്ള പിശകുകളോ വരാതിരിക്കുക എന്നുള്ളതെല്ലാം പ്രത്യേകം പരിഗണിച്ച ഒരു പണ്ഡിതനാണ് ഇമാം അബൂദാവൂദ്. അതുപോലെ തന്നെ ഇമാം അബൂദാവൂദിൻ്റെ ഒരു പ്രത്യേകത വ്യത്യസ്ത മത്തനുകളുള്ള, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ ഒരു വിഷയത്തിൽ തന്നെ വ്യത്യസ്ത മത്തനുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരേ സനദിൽ തന്നെയുള്ള വ്യത്യസ്ത മത്തനുകൾ അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ ഓരോ ഹദീസിലും വ്യത്യസ്ത പദങ്ങളെ അദ്ദേഹം എടുത്തുദ്ധരിക്കുകയും അതിൽ കൂടുതൽ വിശദീകരിക്കുകയും ചെയ്യുന്നു. പദങ്ങളുടെ തന്നെ റിപ്പോർട്ടറുടെ വിശേഷണം, പദങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ, വ്യത്യാസം എന്നിവയെല്ലാം സൂക്ഷ്മമായി ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ രചനയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒറ്റ തലക്കെട്ടിൽ വിവിധ വിഷയങ്ങളെയെല്ലാം ഒരൊറ്റ തലക്കെട്ടിലേക്ക് കൊണ്ടുവരികയും അത് ഒരുപാട് റിവായത്തുകളെ ഒന്നിച്ചുൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമീപനം ഇദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത കിതാബുൽ ആദാബ്, ആചാരത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും മാനസികത്തെയും ബിഹേവിയറിനെയും കുറിച്ച് വിശദീകരിക്കുന്ന കിതാബുൽ ആദാബ് ഇമാം അബൂദാവൂദിൻ്റെ സുനനിലെ പ്രധാനപ്പെട്ട ഒരു രചനയാണ്. ഇതിൽ നിരവധി ഇദ്ദേഹത്തിന് ഇമാം ബുഖാരിക്കും മുസ്ലിമിനുമുള്ള പോലെ തന്നെ നിരവധി ഷറഹുകൾ ഇമാം അബൂദാവൂദിനും ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ പലപ്പോഴും അതായത് ഷറഹുകളുമുണ്ട്, അതിൻ്റെ പോലെ തന്നെ സൈഡിൽ വിശദീകരിക്കുന്ന ആഖ്യാനക്കുറിപ്പുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഹാഷിയകളും ഇമാം അബൂദാവൂദിൻ്റെ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഖത്താബിയുടെ മാലിമുസ് സുനൻ, ഇമാം സുയൂത്തിയുടെ മിർവാത്ത് സ്വാദ, ഇബ്നു ഖയ്യിമിൻ്റെ തഹദീബ് സുനൻ ഔനുൽ മഅബൂദ് അടക്കമുള്ള വിവിധ വ്യാഖ്യാന രചനകൾ ഇമാം അബൂദാവൂദിൻ്റെ സുനൻ അബൂദാവൂദിനുള്ളതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം അബൂദാവൂദിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മുഹദ്ദിസാണ് ഇമാം തിർമിദി. അതായത് അബൂ ഇസ മുഹമ്മദ് ബിൻ ഈസ ബിൻ സൗറ എന്ന് വിളിക്കപ്പെടുന്ന ഇമാം തിർമിദി, അദ്ദേഹം തിർമിദ് സെൻട്രൽ ഏഷ്യൻ ഭാഗത്തായ തിർമിദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 824 മുതൽ 892 വരെയുള്ള കാലഘട്ടത്താണ് അദ്ദേഹം ജീവിക്കുന്നത്. സ്വാഭാവികമായും ഇദ്ദേഹവും ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ട് അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഖുതൈബ,
അടക്കമുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ അധ്യാപകരായി വന്നു എന്നുള്ളതും വളരെ സവിശേഷമായ ഒരു വിഷയം കൂടിയാണ്. ഇതിൽ ഏകദേശം ഹദീസ് രചനകളിലെ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് ജാമി എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം തിർമിദിയുടെ ഈ സുനൻ്റെ ഒരു പ്രത്യേകത, ഒരു ഫിഖ്ഹ് ഗ്രന്ഥത്തിൻ്റെ സവിശേഷമായ സ്വഭാവവും കൂടി കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ സുനനും എന്ന് വിളിക്കുന്നു. കാരണം ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും അബൂദാവൂദിൻ്റെയും ഫിഖ്ഹ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലുള്ളൊരു ക്രമീകരണം ആ രചനകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അതിനെയും സുനൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇമാം തിർമിദിയുടെ രചനയും സുനൻ എന്ന് വിളിക്കുന്നത്. അത് ശുചിത്വം, നമസ്കാരം, സക്കാത്ത്, നോമ്പ് പോലുള്ള ക്രമം അനുസരിച്ച് അദ്ദേഹം ഈ ഒരു രചനയിലും കൈകാര്യം ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹം പ്രധാനമായും മുൻഗാമികളുടെ സലഫുകളുടെ കാഴ്ചപ്പാടുകളെ അതേ രീതിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആവർത്തന വിരസത ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കായ ഓർഗനൈസ്ഡായ ഒരു കോഡിഫിക്കേഷൻ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. മുൻകാല പണ്ഡിതന്മാരുടെ, പ്രത്യേകിച്ച് ഇമാമുമാരുടെയും ഫുഖഹാക്കളുടെയും കാഴ്ചപ്പാടുകൾ ഹദീസ് വിശദീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നു. അത് സ്വഹീഹായ, ഹസനായ, ലഈഫായ, അതുപോലെ തന്നെ ഗരീബും മുഅല്ലലുമായ ഹദീസുകളുടെ വേർതിരിവുകളെ അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ചില പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹമാണ് ഹസൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഹദീസ് പഠന മേഖലകളിൽ ഹസൻ എന്ന് പറയുന്ന ഒരു ഇനത്തിൻ്റെ ഒരു ഉപജ്ഞാതാവായി ഇദ്ദേഹത്തെയും ചേർത്ത് വെക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ സിഹാവ് സിത്തയിൽ അദ്ദേഹം ചെയ്തിരുന്നത്, അതായത് മുൻകാല പണ്ഡിതന്മാരുടെ, അദ്ദേഹത്തിന് മുമ്പ് രചിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ ഹദീസുകളിൽ ഉള്ളത് തന്നെയാണോ തനിക്ക് ലഭിച്ച ഹദീസ് എന്നുള്ള ഒരു സൂക്ഷ്മ പരിശോധന ഇദ്ദേഹം നടത്തുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി പണ്ഡിതന്മാരുടെ നിലവാരത്തെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പൊസിഷൻ കുറച്ച് പിന്നിലാണെങ്കിൽ പോലും കൊടുത്തിരിക്കുന്ന ഹദീസുകളെക്കുറിച്ചും അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഹദീസുകളെക്കുറിച്ച് വിശദമായ വിശദീകരണം നമുക്ക് ഈ രചനയിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇമാം തിർമിദിയുടെ സുനനുൽ തിർമിദി സിഹാവ് സുത്തയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുത. ബാക്കിയുള്ള എല്ലാ ഹദീസ് രചനകളെ പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജാമിഉ തിർമിദിക്ക്, അല്ലെങ്കിൽ സുനൻ തിർമിദി എന്നും ജാമിഉ തിർമിദി എന്നും നമുക്ക് വിളിക്കാം, ഇതിനും നിരവധി വ്യത്യസ്തമായ ഷറഹുകൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അബ്ദുറഹ്മാൻ അൽ മുബാറക് പൂരിയുടെ എന്ന ഇന്ത്യൻ പണ്ഡിതൻ്റെ തുഹഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന ഷറഹ് ഇമാം തിർമിദിയുടെ ഷറഹിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും കൂടിയാണ്. മറ്റൊരു വിഷയം, സെൻട്രൽ ഏഷ്യൻ തുർക്കിക് റീജിയനുകളിൽ ഇമാം തിർമിദിക്ക് അദ്ദേഹത്തിൻ്റെ ഇമാം നസായിനെ പോലെയും അതുപോലെ തന്നെ ദാവൂദിനെ പോലെ തന്നെ ഇമാം തിർമിദിയുടെയും ഈ ഹദീസ് ക്രോഡീകരണം തുർക്കിക് സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങളിൽ നല്ല ശക്തമായ സ്വാധീനം ലഭിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അടുത്തത് ഇമാം തിർമിദിക്ക് ശേഷം ഒരുപക്ഷെ മുസ്ലിം ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമായി മാറിയത് ഇമാം നസായിയുടെ സുനനുൻ നസായിയാണ്. ഇത് അബു അബ്ദുറഹ്മാൻ അഹ്മദ് ബിൻ ഷുഐബ് ബിൻ അലി നസായി എന്ന അറിയപ്പെട്ട ഇമാം നസായിയുടെ രചനയാണ് സുനനുൻ നസായി. സുനനുൻ നസായി അദ്ദേഹം ജനിക്കുന്നത് ഏകദേശം 829 ജനിക്കുകയും 915 അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നത്. ആധുനിക തുർക്ക്മെനിസ്ഥാൻ ഭാഗവുമായി ചേർന്നിരുന്ന ഭാഗത്താണ്, നിസായി എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്താണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് നസായി എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അദ്ദേഹം മുൻകാല പണ്ഡിതന്മാരെ പോലെ നിരവധി ഭാഗങ്ങളിൽ അദ്ദേഹം യാത്ര നടത്തുകയും അതുപോലെ വിവിധ പണ്ഡിതന്മാരുടെ രചനകളെയും കൂടുതൽ പഠിക്കുകയും പ്രത്യേകിച്ച് ഹദീസ് പണ്ഡിതന്മാരോട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുന്നതായും നമുക്ക് ഇതിൽ കാണുവാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം ജീവിച്ചിരുന്ന സെൻട്രൽ ഏഷ്യൻ തുർക്കിക് റീജിയനുകളിൽ മുസ്ലിങ്ങൾ സ്വാഭാവികമായും പൊതുവെ ഇസ്ലാമിലേക്ക് വന്ന ഒരു പശ്ചാത്തലവും ഇസ്ലാം വേണ്ട രീതിയിൽ സ്വഭാവത്തിലും ജീവിത മാർഗത്തിലും വേണ്ട തരത്തിലുള്ള ഒരു സ്വാധീനം
സ്വാധീനം ചെലുത്താത്ത സാഹചര്യത്തിലെല്ലാം അവിടുത്തെ മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്ന ബിദ്അത്തുകളെയും ഖുറാഫാത്തുകൾക്കെതിരെ ശക്തമായ ഒരു സമരം നടത്തിയ ഒരാളും കൂടിയാണ് ഇമാം നസായി എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം നസായി ആദ്യമായി ഈ ഗ്രന്ഥം രചിക്കുമ്പോൾ അതിന് സുനനുൽ കുബ്ര എന്ന പേരിലാണ് അദ്ദേഹം ഇതിനെ ആദ്യം രചിച്ചത്. ചരിത്രകാരന്മാർ പറയുന്നത് ഈ സുനനുൽ കുബ്രയിൽ നിരവധി ഹദീസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം 2 ഇരട്ടിയോളം ഉണ്ടായിരുന്നു. ഈ ഹദീസ് ഗ്രന്ഥത്തെ എടുക്കുകയും അതിനെ സംഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം അൽ മുജ്തബ മിന സുനനുൽ കുബ്ര എന്ന പേരിൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന സുനനുൻ നിസായി ഉണ്ടായത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ പണ്ഡിതന്മാർ പറയുന്നത് ഇതിൽ തള്ളിക്കളയപ്പെടേണ്ടതായ ഹദീസുകൾ വളരെ കുറവാണ് എന്ന രീതിയിലാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ഇമാം ബുഖാരിയെയും ഇമാം മുസ്ലിമിനെയും പോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായ വളരെ സുന്ദരമായൊരു ക്രമീകരണം ഇതിൽ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സനദുകളുടെ പോരായ്മകളെക്കുറിച്ചുള്ള വിശദീകരണം ഇതിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമൊക്കെ മുമ്പിൽ വെച്ചതുപോലെ തന്നെ വളരെ സ്ട്രിക്റ്റായ നിബന്ധനകൾ ഹദീസ് റിപ്പോർട്ടിംഗ് സ്വീകരണത്തിൽ അദ്ദേഹം മുന്നിൽ വെക്കുന്നുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്ന ഇമാം ബുഖാരി മുസ്ലിമിനേക്കാളും കൂടുതൽ സ്ട്രിക്റ്റായ തീരുമാനമാണ് അദ്ദേഹം മുന്നിൽ വെച്ചത്. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരിക്കും മുസ്ലിമിന് ശേഷം ഇമാം നസായിയുടെ സുനനിനാണ് സ്ഥാനം നൽകേണ്ടത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം പണ്ഡിതന്മാർ ഇദ്ദേഹത്തിൻ്റെ സുനനിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് റിപ്പോർട്ടർമാരുടെ പേരുകൾ, അവരുടെ ഇരട്ട പേരുകൾ, അതായത് നിക്നെയിമുകളും പെൻനെയിമുകളും അടക്കം അവരുടെ വ്യക്തിജീവിതം അടക്കമുള്ള വിശദീകരണങ്ങൾ അദ്ദേഹം ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതും അതായത് ഓരോ പണ്ഡിതന്മാരും അവരവരുടെ രചനകളിൽ നടത്തുന്ന ഈ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെ മുസ്ലിം ലോകം ചരിത്രത്തെ സമീപിക്കണമെന്നും ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൻ്റെ സൂക്ഷ്മത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത് ഇസ്ലാമിക ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സായി മാറുമ്പോൾ ആ ഒരു വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ പണ്ഡിതന്മാരുടെ സംഭാവനകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് പഠിച്ചു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് നസായിക്ക് ബാക്കിയുള്ള ഹദീസ് പണ്ഡിതന്മാരെ പോലുള്ള വേണ്ടത്ര ഒരു ഷറഹുകൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹം ഒരു ഷറഹ് നടത്തിയതായി കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അലി ബിൻ അസ്യൂബിയുടെയും ഷൻഖീത്തിയുടെയും ചില ഷറഹുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് ഇമാം നസായിയുടെ പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട രചനയാണ് സുനൻ ഇബ്നു മാജ. ഇമാം ഇബ്നു മാജയുടെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ, അതായത് 824 ജനിക്കുകയും 887 മരിക്കുകയും ചെയ്ത അബൂ അബ്ദുല്ല മുഹമ്മദ് ബിൻ യസീദ് അർ-റബഈ അൽ ഖസ്വീനി എന്ന് വിളിക്കപ്പെടുന്ന ഇബ്നു മാജ, ഖസ്വീൻ ഭാഗത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഖസ്വീനി എന്നുള്ള പേര് വരുന്നത്. സ്വാഭാവികമായും മുൻകാല പണ്ഡിതന്മാരെ പോലെ തന്നെ ഹിജാസ്, മിസ്ർ, ബാഗ്ദാദ്, കൂഫ, ബസറ, ഖുറാസാൻ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിൽ പോവുകയും ഇമാം മാലിക്കിൻ്റെയും ഇമാം ലൈസിൻ്റെയും അടക്കമുള്ള വലിയ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം പഠിക്കുകയും ഹദീസ് ശേഖരണം നടത്തുകയും ചെയ്തതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഇബ്രാഹിം, ഇമാം അലി ബിൻ സഈദ് അടക്കമുള്ള പണ്ഡിതന്മാരുടെയും ശിഷ്യത്വം ഇദ്ദേഹം സ്വീകരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഈ സിഹാവ് സുത്തയിലെ 6ാമത്തെ ചരിത്ര ഗ്രന്ഥം എന്ന രീതിയിലാണ് ഇബ്നു മാജ എണ്ണുന്നത്. ഏകദേശം 32ഓളം തലക്കെട്ടുകളുള്ള 1500 അധ്യായങ്ങളിൽ 4000-ലധികം ഹദീസുകളാണ് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഫത്വകളെക്കുറിച്ചും നിയമനിർമ്മാണം, വിധി പറയൽ, ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുമുള്ള ഒരു സമഗ്രമായ ഗ്രന്ഥം എന്ന രീതിയിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇബ്നു കസീറും ഫിഖ്ഹ് വിഷയത്തിൻ്റെ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്കായ വിവരണം ഇതിലുണ്ടതായി അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഹദീസുകളെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുമ്പോഴെല്ലാം ആ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ ദുർബലമാണെങ്കിൽ പോലും ആ ഒരു വിഷയത്തിൽ ബാക്കിയുള്ള മുൻകാല മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളും കൂടി അദ്ദേഹം ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച,
ആദ്യകാല പണ്ഡിതന്മാർ ഇബ്നു മാജയുടെ സുനനിനെ അത് സിഹാസുത്തയിൽ പെടുത്തിയിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അവർക്ക് ചില ആൾക്കാർ ഇമാം ദാരിമിയുടെയും ഇമാം മാലിക് ബിൻ അനസിൻ്റെ മുവത്തയും എല്ലാം ആയിരുന്നു സ്വഹീഹായി എണ്ണിയിരുന്നത്. പിന്നീട് ഹാഫിദ് അബ്ദുൽ ഫضൽ മുഹമ്മദ് താഹിർ അൽ മഖ്ദീസിയാണ് ഇമാം ഇബ്നു ബാജയുടെ ഈ സുനനിനെ സിഹാസുത്തയിൽ ഉൾപ്പെടുത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കാരണം, ഇതിൻ്റെ ഒരു സുനനിൽപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ള ചർച്ചയിലെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് ദുർബലമായ ഹദീസുകൾ ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചർച്ച പിന്നീട് രൂപപ്പെട്ടത്. ഇതിൽ പോലും ഇദ്ദേഹത്തിൻ്റെ രചനയ്ക്കും നിരവധി ഷർഹുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 4 മദ്ഹബിലെ ഇമാമുമാരിലെ 4 മദ്ഹബിലെ പണ്ഡിതന്മാരും 4 ഫിഖ്ഹി മദ്ഹബിലെ പണ്ഡിതന്മാരും പല പണ്ഡിതന്മാരും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രചനയിൽ ഷറഹ് എഴുതിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു രചനയാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന് പറയുന്ന കിതാബ്. സ്വാഭാവികമായും ഇമാം മാലിക്കിൻ്റെ ഈ മുവത്തയെ പണ്ഡിതന്മാർ സിഹാസുത്തൈൻ ഭാഗമായി ഉൾപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഉൾപ്പെടുത്തിയെങ്കിലും ഇല്ലെങ്കിൽ പോലും മുവത്തയ്ക്ക് അതിൻ്റേതായ ഒരു പശ്ചാത്തലം നമുക്ക് ഉണ്ട്. ഇമാം മാലിക്കിനെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇമാം ദാറുൽ ഹിജ്റ എന്ന രീതിയിലോ അല്ലെങ്കിൽ മുഫ്തുൽ ഹിജാസ് എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെട്ടത്. താബികളിൽ തന്നെ പെടുന്ന ഇദ്ദേഹം ഇമാം ഷാഫിയുടെയും ഇമാം ഹനഫി അടക്കമുള്ള വിവിധ പണ്ഡിതന്മാരുടെയും ഉസ്താദുമാരായി നമുക്കറിയാം. ലോകത്തിൻ്റെ ഒട്ടുഭാഗ പ്രദേശങ്ങളിലും ഒരു മദ്ഹബിൻ്റെ തന്നെ ഇമാമായി മാറുക, അതുപോലെ തന്നെ ഒരു ഹദീസ് വിജ്ഞാന ശാഖയുടെ തന്നെ ഒരു ഇമാമായി മാറുക, ഈ 2 പ്രത്യേകതകൾ ഇമാം മാലിക്കിനുണ്ടായി നമുക്കറിയാം. നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങൾ, സൗദി അറേബ്യയുടെ മദീന അടക്കമുള്ള പ്രദേശങ്ങൾ, സ്പെയിൻ, ഇറാഖ്, മിസ്ർ, അതുപോലെ ഷാമിൻ്റെ ചില പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെല്ലാം മാലിക്കി മദ്ഹബും സെൻട്രൽ ഏഷ്യൻ പ്രദേശങ്ങളിലും തുർക്കിക് റീജിയനുകളിലെല്ലാം മാലിക്കി മദ്ഹബിൻ്റെ ശക്തമായ സ്വാധീനമുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം ഇമാം മാലിക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ മുവത്തയും കൂടുതൽ സ്വാധീനം ചെലുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. ഇതിനൊരു ചരിത്ര പശ്ചാത്തലം പറയുന്നത് ഇമാം മാലിക്കിനോട് അന്നത്തെ അബ്ബാസി ഖലീഫയായിരുന്ന അബൂ ജാഫർ അൽ മൻസൂർ ഒരു ഹജ്ജ് വേളയിൽ ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് അതുവരെയുള്ള ഹദീസുകളുടെയും ചർച്ചകളുടെ ഒരു ക്രോഡീകരണം ഉണ്ടാവുകയും അത് അബ്ബാസി ഖിലാഫത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ കോഡായി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശം തനിക്കുണ്ട് എന്ന് പറയുന്ന ഒരു ആഗ്രഹം മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആഗ്രഹത്തെ, അതായത് ഇമാം മാലിക്കിൻ്റെ ഫിഖ്ഹിനെയും അദ്ദേഹത്തിൻ്റെ ഹദീസ് കളക്ഷനെയും ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ഖിലാഫത്തിൻ്റെ പ്രധാന സോഴ്സാക്കി മാറ്റുന്നത് അദ്ദേഹം തള്ളിക്കളയാണ് ചെയ്തത്. അദ്ദേഹം ആ ഒരു സ്വഭാവം സ്വീകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുവത്ത കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്നും മദീനയിലുണ്ടായിരുന്ന ഏകദേശം എല്ലാ പണ്ഡിതന്മാരോടും ഇത് മുന്നിൽ വെക്കുകയും 70-ലധികം ഫിഖ്ഹിയും ഹദീസ് പണ്ഡിതന്മാരുടെ മുന്നിൽ വെക്കുകയും അവരെല്ലാം ഈ കിതാബിൻ്റെ കാര്യത്തിൽ യോജിച്ച അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ആ അർത്ഥം തന്നെ വരുന്ന മുവത്ത എന്നുള്ള പദം അദ്ദേഹം ഇതിനു വേണ്ടി സ്വീകരിച്ചത്. ഏറ്റവും കൂടുതൽ റിവായത്തുകൾ ഇദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും പല നമ്പറുകൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. 3609 അല്ല, വ്യത്യസ്ത രീതികൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ എണ്ണത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. അതായത് ആവർത്തനം ഒഴിവാക്കാതെയും നിരവധി ഹദീസുകൾ മാലിക്കിൻ്റെ മുവത്തയുടെ വിശദീകരണങ്ങളായി നമുക്ക് കാണുവാൻ കഴിയും. ഇദ്ദേഹം ഇതിൽ ചില മെത്രോളജി സ്വീകരിക്കുന്നുണ്ട്. മുസ്ലിം ലോകത്ത് ഒരുപക്ഷെ ആദ്യമായി അന്ന് എഴുതിയ ആദ്യത്തെ ഹദീസ് ക്രോഡീകരണമാണ് ഇമാം മാലിക്കിൻ്റെ മുവത്ത. അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന എല്ലാവരും ഈ ഇമാം മാലിക്കിൻ്റെ മുവത്തയെ ഒരു ബേസിക് ഫ്രെയിംവർക്കായി സ്വീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇമാം ഷാഫി അടക്കമുള്ള പണ്ഡിതന്മാരുമെല്ലാം മാലിക്കിൻ്റെ മുവത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രചന എന്ന് പറയുന്നത്. കാരണം ഇമാം ഷാഫി ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വർത്തമാനം അദ്ദേഹം പറയുന്നത്. ആ ഒരു സമയത്ത് ബുഖാരി, മുസ്ലിം ഒന്നും എഴുതപ്പെട്ടിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രത്തിൽ നോക്കുമ്പോൾ കാണുവാൻ കഴിയും. ഇദ്ദേഹം
ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രോഡീകരണം, പണ്ഡിതന്മാരുമായിട്ടുള്ള ചർച്ചകൾ എല്ലാം അദ്ദേഹത്തിൻ്റെ മുവത്തയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളും ഖുർആനിൻ്റെ വിശ്വാസയോഗ്യമായ വ്യാഖ്യാനങ്ങൾ, മുൻകാല പണ്ഡിതന്മാരുടെ പ്രത്യേകിച്ച് സ്വഹാബികളുടെയും താബികളുടെയുമുള്ള അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തമായ ഗവേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ഫത്വകളും എല്ലാം ഈ മുവത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു അധ്യായം അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ആ അധ്യായത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന, അതിൻ്റെ ഏറ്റവും സൂട്ടബിളായ ഹദീസായിരിക്കും ആദ്യം അദ്ദേഹം പറയുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, മദീനക്കാരായ പണ്ഡിതന്മാരുടെ പ്രത്യേകിച്ച് സ്വഹാബികളുടെയും താബികളുടെയും ആ ഒരു ഇടയിലുണ്ടായിരുന്ന പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തെ അദ്ദേഹം കൂടുതൽ മാനിക്കുകയും അവരുടെ റിവായത്തിനെ കൂടുതൽ അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ സ്വാഭാവികമായും ഒരു മദ്ഹബിൻ്റെ ഷെയ്ഖ് എന്ന നിലയിൽ, ഇമാം എന്ന നിലയിൽ മുവത്ത ഒരേ സമയം ഒരു ഹദീസ് ഗ്രന്ഥമായും അതേസമയം തന്നെ ഫിഖഹിൻ്റെ ഗ്രന്ഥമായും മാറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ മുവത്തയിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അതിൽ മുൻകത്തി എന്ന നിലയിൽ, മുൻകത്തി എന്ന് പറയുന്നത് സ്വഹാബിയിൽ നിന്ന് താബിയിൽ നിന്ന് നബിയിലേക്കുള്ള ഒരു കണക്ഷൻ, സ്വഹാബി മുറിഞ്ഞു പോകുന്ന മുൻകത്തികളും, അതുപോലെ തന്നെ ബലാഗാത്ത് എന്ന രീതിയിൽ, അതായത് എന്നിലേക്ക് വിവരമെത്തി നബി പറഞ്ഞു എന്ന രീതിയിൽ പറയുന്ന ഹദീസുകൾ, അതുപോലെ തന്നെ മുർസലുകളായ ഹദീസുകളും, ആ ഒരു കണക്ഷൻ പോകുന്ന താബി എടുത്ത് ഉദ്ധരിക്കുന്ന ഹദീസുകൾ, ഈ ഒരു തരത്തിൽ ഈ ഹദീസുകളുടെ ഒരു വേർതിരിവുകളും ഇമാം മാലിക് അദ്ദേഹത്തിൻ്റെ മുൻകത്തിയായ ബലാഗാത്തുകളായ മുർസലുകളായ ഹദീസുകളും ഇമാം മാലിക് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പിൽക്കാല പണ്ഡിതന്മാർ ഇതിൻ്റെ 3 വിഭാഗങ്ങളെക്കുറിച്ചും, അതായത് മുൻകത്തിനെക്കുറിച്ചും ബലാഗാത്തിനെക്കുറിച്ചും മുർസലുകളെക്കുറിച്ചുമുള്ള വേർതിരിവുകളെക്കുറിച്ച് പിൽക്കാല പണ്ഡിതന്മാർ, ഇബ്നു അബ്ദുൽ ബർ പോലുള്ള പണ്ഡിതന്മാർ വേറെയും ഇതിൻ്റെ വിശദീകരണം എന്ന നിലയിൽ എഴുതിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതല്ലാതെ തന്നെ മുവത്ത നിരവധി വ്യാഖ്യാന ഗ്രന്ഥങ്ങളും കൂടി ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് അൽ ഇസ്തിദ്കാർ എന്ന് പറയുന്ന രചന, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ ബറിൻ്റെ തന്നെ ഇസ്തിദ്കാറും തംഹീദും, ഇത് 2 പ്രധാനപ്പെട്ട രചനയാണ്. ഇമാം അബൂ വലീദ് അൽ ബാജിയുടെ അൽ മുന്തക്ക മറ്റൊരു പ്രധാനപ്പെട്ടതാണ്. ഇമാം സുയൂത്തിയുടെ ഏകദേശം എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങൾക്കും ഷറഹ് എഴുതിയ, വ്യാഖ്യാനങ്ങൾ എഴുതിയ ഇമാം സുയൂത്തി തൻവീറുൽ ഹവാലിക് എന്ന പേരിലും ഈ ഇമാം മാലിക്കിൻ്റെ മുവത്തയ്ക്കും എഴുതിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇമാം അബൂബക്കർ ഇബ്നുൽ അറബിയുടെ അൽ ഖബസ് ഫി ഷറഹി മുവത്ത എന്ന് പറയുന്ന രചന മറ്റൊരു ഷർഹാണ്. ഇമാം സുർഖാനിയുടെ ഷർഹ് സുർഖാനി, മുഹമ്മദ് സക്കരിയ കാന്തലവിയുടെ ഔജസുൽ മസാലിക്, ഷാവുല്ല ദഹ്ലവിയുടെ മുസവ്വ, അദ്ദേഹത്തിന് തന്നെ മുസഫ, ഇതെല്ലാം ഇമാം മാലിക്കിൻ്റെ മുവത്തയുടെ പ്രധാനപ്പെട്ട വിശദീകരണങ്ങളാണ്. ഈ പ്രധാനപ്പെട്ട ഹദീസ് കളക്ഷന് ശേഷം മറ്റൊരു ചർച്ചയിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ തന്നെ നൂറ്റാണ്ടുകളായി ഇസ്ലാമിക പണ്ഡിതന്മാർ നിരവധി സേവനങ്ങൾ ഹദീസിൻ്റെ കളക്ഷനിലും ഹദീസ് രചനയിലും ഹദീസിൻ്റെ പഠനത്തിലും അതുപോലെ തന്നെ ഹദീസിൻ്റെ പഠന വ്യാപനത്തിൽ പോലും ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന മുഹമ്മദ് ഇസ്ഹാഖ്, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻസ് കോൺട്രിബ്യൂഷൻസ് ടു ദ സ്റ്റഡി ഓഫ് ഹദീസ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന PhD ധാക്ക യൂണിവേഴ്സിറ്റിയിൽ 1947 അദ്ദേഹം സബ്മിറ്റ് ചെയ്ത ഈ PhDയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് തൊട്ടിന് ശേഷം ഇന്ത്യയിലേക്ക് അറബികൾ, മുസ്ലിങ്ങൾ ഇസ്ലാമിക പ്രബോധനത്തിന് വരുന്ന കാലഘട്ടം മുതൽ ഏകദേശം മുഗൾ കാലഘട്ടത്തിൻ്റെ അവസാനം വരെയുള്ള നിരവധി പണ്ഡിതന്മാരെ, അവരുടെ രചനകളും അവരുടെ ഒരു കാലവും അതിനുള്ള ഷറഹുകളും അദ്ദേഹം ഈ രചനയിൽ ഉൾപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. അത് പ്രധാനമായും വിവിധ വിഭാഗങ്ങളായിട്ട് ഹദീസിനെ എങ്ങനെ സമീപിക്കുന്നു, അതായത് ഗസ്നബികളായ, അതുപോലെ ഡൽഹി സൽത്തനത്തിൻ്റെ കാലത്ത്, മുഗൾ ഡൈനാസ്റ്റിയുടെ കാലത്ത്, അങ്ങനെ വിവിധ ഡൈനാസ്റ്റിയുടെ കാലത്തുണ്ടായിരുന്ന വിശദീകരണങ്ങളാണ് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഡൽഹി സൽത്തനത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന
ഷറഫുദ്ദീൻ അൽ മനീരി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഓഫ് തോട്ടിൻ്റെയും ആ ഒരു സംഭാവനകൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ബീഹാർ കേന്ദ്രീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ രചനകളും ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീർ ഭാഗത്ത് ഇസ്ലാമിക പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത പണ്ഡിതനായിരുന്ന അലി ഹമദാനി, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഇദ്ദേഹം പറയുന്നു. മുൾത്താൻ ഭാഗത്ത് ഇസ്ലാമിക വ്യാപനത്തിനെത്തിയ സുഹ്റവർദിയ സിൽസിലയുടെ തന്നെ ഇന്ത്യയിലെ സ്ഥാപകനായിരുന്ന സക്കരിയ മുൾത്താനിയും ഒരു മുഹദ്ദിസായിട്ട് അദ്ദേഹം ഇതിൽ എണ്ണുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. വേറെയും പണ്ഡിതന്മാരുടെ, അതായത് ഇബ്ൻ ഹജറിൻ്റെ കാലത്ത്, ഇബ്നുൽ അസ്കലാനിയുടെ കാലത്ത് തന്നെയാണല്ലോ കേരളത്തിലുള്ള സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹം അവിടെ എത്തുകയും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇബ്ൻ ഹജർ ആ ഒരു കാലഘട്ടത്തിലാണ്. അതായത് ആ ഒരു ഏകദേശം 1600കളുടെ പശ്ചാത്തലത്തിൽ നിരവധി പണ്ഡിതന്മാരും ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയിലെ ഹദീസ് വ്യാപനത്തിന് ശക്തമായ ഒരു സ്വാധീനം അവർ വരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഡെക്കാൻ ആവട്ടെ, ഗുജറാത്ത് ആവട്ടെ, ലാഹോർ അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലും ഈ മുഹദ്ദിസുകളുടെ സ്വാധീനം ഇദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ ശുശ്രൂഷ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹത്തിൻ്റെ വിവിധ രചനകളിലൂടെ ഹദീസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹദീസിൻ്റെ ഇസ്ലാമിക ലോകത്തിലുള്ള സ്വാധീനത്തെക്കുറിച്ചും ഹദീസ് സ്വീകരിക്കേണ്ടയും ശരീഅത്തിൻ്റെയും നിയമസാധുതയുടെ കാര്യത്തിൽ ഹദീസിൻ്റെ പ്രാധാന്യത്തെയൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഷെയ്ഖ് അബ്ദുൽ ഹക്ക് ദഹ്ലവി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, മുഹദ്ദിസ് ഷെയ്ഖ് അബ്ദുൽ ഹക്ക് ദഹ്ലവി അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂൾ ഓഫ് തോട്ടിനെയും ഈ രചനയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഷാവുല ദഹ്ലവി, നേരത്തെ വിശദീകരിച്ച ഇമാം മാലിക്കിൻ്റെ തന്നെ മുവത്തയുടെ വിശദീകരണം എഴുതിയ മുസഫ എഴുതിയ ഇമാം ഷാവുല ദഹ്ലവി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനും ഈ രചനയിൽ അദ്ദേഹം മുഹമ്മദ് ഇസ്ഹാഖ് ഉൾപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ പിന്നീട് ഇസ്ലാമിക ലോകത്ത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായ 1866കൾക്ക് ശേഷം രൂപപ്പെട്ട ദയൂബന്ദി മൂവ്മെൻറ്റ്, അതിനുശേഷം രൂപപ്പെട്ട അഹ്ലെ ഹദീസ് മൂവ്മെൻറ്റ്, പിന്നീട് വിവിധ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ, ഇവരിലെ വിവിധ പണ്ഡിതന്മാർ എല്ലാവരും, ആധുനിക പണ്ഡിതനായ മുഹമ്മദ് തഖി ഉസ്മാനി അടക്കം നിരവധി പണ്ഡിതന്മാരും ഹദീസ് മേഖലകളിലെ ശക്തമായി സ്വാധീനം ചെലുത്തിയ സംഭാവനകൾ അർപ്പിച്ച പണ്ഡിതന്മാരാണ്. അതിൽ സർഗാനി അടക്കമുള്ള, അതുപോലെ തന്നെ മുഫ്തി ഖുതുബുദ്ദീൻ നർവാലി, അബുൽ ഹസൻ സിന്ധി, ഉമർ നഹ്ർവാലി അടക്കമുള്ള നിരവധി പണ്ഡിതന്മാരെയും മുഹമ്മദ് ഇസ്ഹാഖ് ഇന്ത്യൻ ലോകത്ത്, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഹദീസ് മേഖലകളിൽ കോൺട്രിബ്യൂഷൻ നടത്തിയ പണ്ഡിതന്മാരെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയുന്ന നൂറ്റാണ്ടുകൾ, ഏകദേശം 8-9 നൂറ്റാണ്ടുകളിൽ മുസ്ലിങ്ങൾ ഭരിച്ച ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ആ ഒരു കാലഘട്ടത്തിൽ നിരവധി പണ്ഡിതന്മാരും ഹദീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും ഹദീസിൻ്റെ പഠനത്തിനും ഹദീസിൻ്റെ പഠന വ്യാപനത്തിനും വേണ്ടിയും നിരവധി പ്രവർത്തനങ്ങൾ അർപ്പിച്ചവരും കൂടിയാണ്. സ്വാഭാവികമായും ഹദീസ് കളക്ഷൻ എന്നുള്ള ചർച്ചയിൽ ഇന്ത്യയിലെ പണ്ഡിതന്മാരുടെ പേരുകളും അവരുടെ കോൺട്രിബ്യൂഷനും കൂടി പരാമർശിക്കാതെ പോകുന്നത് അതൊരു അപൂർണതയാണ് എന്നതുകൊണ്ടാണ് ഞാനത് പരാമർശിച്ചത്. പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.